എനിക്കൊന്നും പറയാനില്ല മാവ. എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അതിന് ഉത്തരവാദിയും ഞാൻ മാത്രമാണ്. പക്ഷെ ഞാൻ കൊന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് ഞാൻ തന്നെയാണ്. ഇനി എന്തും വന്നോട്ടെ. മിസ്റ്റർ മോഹൻ, ശ്രീധരനെ കൊല ചെയ്ത കുറ്റത്തിന് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ വിവാഹം നടക്കാതെ പോയതുകൊണ്ട് മോഹന് നിങ്ങളുടെ ഭർത്താവിനോട് ശത്രുതയുണ്ടായിരുന്നു? എനിക്കറിയില്ല. അത് സംബന്ധിച്ച് മോഹനും ശ്രീധരൻ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ? അത് സംബന്ധിച്ചുണ്ടായിട്ടില്ല. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വഴക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ആ വഴക്കിന്റെ തുടർച്ചയാണ് ഈ മരണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത് മോഹനായിരിക്കും നിങ്ങൾ കരുതുന്നില്ലേ? ഇല്ല. മറ്റു പലരും അങ്ങനെയാണല്ലോ കരുതുന്നത്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എന്റെ ഭർത്താവിനെ മിസ്റ്റർ മോഹൻ കൊല്ലുന്നത് ഞാൻ കണ്ടില്ല. ശ്രീധരന്റെ മരണത്തിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല. ശ്രീധരൻ പിന്നെ എങ്ങനെ മരിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈശ്വരൻ എന്നെ ശിക്ഷിച്ചു എന്ന് മാത്രം അറിയാം. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ശരി, ഇപ്പൊ നിങ്ങൾക്ക് പോവാം. ഇനി ഇവിടുന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ വരണം. വരാം സർ. വരും പോലെ. ഇദ്ദേഹം മിസ്റ്റർ മോഹന്റെ അമ്മാവനാണ്, മിസ്റ്റർ മാധവ മേനോൻ. മോഹനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോകാൻ വന്നതാണ്. ഇത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. സഞ്ചയനം കഴിഞ്ഞു. ഇനി രാധികയുടെയും കുഞ്ഞിന്റെയും കാര്യം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് തീരുമാനിക്കണ്ടേ? തീരുമാനിക്കാൻ എന്തിരിക്കുന്നു? അവളെയും കുഞ്ഞിനെയും ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാണ്. അത് വേണ്ട. ശ്രീധരനില്ലെങ്കിലും അവന്റെ ഭാര്യയും കുഞ്ഞും ഞങ്ങൾ കന്യരാണ്. ഇവർ ഞങ്ങളുടെ വീട്ടിൽ കഴിയട്ടെ. അത് ദേവി, ഇത് അമ്മാനെ സമ്മതിക്കണം. നീ എന്താ മോളെ ഒന്നും പറയാത്തത്? നിന്റെ അഭിപ്രായം കൂടി അറിയണമല്ലോ. അവൾ എന്തു പറയാനാ? അവളെ ഞങ്ങളോടൊന്നിച്ച് കഴിഞ്ഞോളൂ. ഇല്ലമ്മായി, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരിടത്തേക്കും വരില്ല. ഈ വീട്ടിൽ തന്നെ താമസിക്കും. മോൾ ഒറ്റയ്ക്കോ? എന്റെ മോനും കൂട്ടത്തിലില്ലേ? ശ്രീയേട്ടന്റെ ആത്മാവ് ഈ വീട്ടിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഞാനും മോനും ഇവിടുന്ന് പോയാ ശ്രീയേട്ടന്റെ ആത്മാവ് വേദനിക്കും. അത് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കണ്ട. പാടത്തും പറമ്പിലും ചെയ്യിക്കേണ്ട ജോലികളൊക്കെ ശ്രീയേട്ടന്റെ കൂടെ ഞാൻ പരിചയിച്ചിട്ടുണ്ട്. എന്റെ മോന്റെ കാര്യങ്ങൾ നോക്കി ഞാനിവിടെ കഴിഞ്ഞോളാം. അച്ഛൻ എന്നെ തടയരുത്. അങ്ങനെ തന്നെ തീരുമാനിക്കുന്ന അമ്മ നല്ലത്. എന്നും വന്ന് വേണ്ടതൊക്കെ അന്വേഷിക്കാൻ ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എല്ലാവർക്കും അതാണ് താല്പര്യമെങ്കിൽ
അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങൾ രാവിലത്തെ ബസ്സിന് പോകും. പോകുമ്പോ അതുവഴി കയറിയിട്ടേ പോകാവൂ. ശരി, വരട്ടെ മോളെ. ഈശ്വരനാണ് അന്നത്തെ ആ സംഭവത്തിൽ എനിക്ക് ഒരു പങ്കുമില്ലേ. പറഞ്ഞ ജ്യേഷ്ഠൻ വിശ്വസിക്കുവോ? ഞാൻ എതിർത്തതാണ്, പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തതാണ്. എന്നിട്ട് താനല്ലേ എന്നെ പിടിച്ച് ജീപ്പ് കയറ്റിയത്? അതുകൊണ്ട് മേരിക്കുട്ടി രക്ഷപ്പെട്ടു. ഞാൻ മേരിക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ജീപ്പി കൂടെ പോകുന്നത്. മതി മതി, എനിക്കൊന്നും കേൾക്കണ്ട. പൂട്ടുണ്ട് വേണോ? ഓ, തെറ്റിദ്ധരിക്കുന്നവരുടെ പൂട്ട് എനിക്കെന്തിനാ? ആ വേണ്ടെങ്കി വേണ്ട. ചുരുക്കി പറഞ്ഞ മോഹൻ കുഞ്ഞുമായിട്ടുള്ള കൂട്ട് വിട്ടു. ഞാൻ അന്നേ വിട്ടു. പുള്ളിക്കാരൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അത് പണത്തിന്റെ കൊഴുപ്പ്. ഈ കടുവ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് ഇറങ്ങുന്ന എന്തിനാ? പുല്ല് തിന്നാൻ. അല്ല, തന്റെ പുട്ട് തിന്നാനാ. എടോ, മനുഷ്യന്റെ ചോരയുടെ രുചി അറിഞ്ഞു പോയത് കൊണ്ട്. അതുപോലെ മോഹൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുത്ത് ശീലിച്ചവനാ. പക്ഷെ കുത്താനുള്ള ശത്രുക്കൾ തീർന്നുപോയി. ഇനി കണ്ടിൽ കാണുന്നവരെയൊക്കെ ഓടിച്ചിട്ട് കുത്തും. അതുകൊണ്ട് നാടിന്റെ നന്മയും പൊതുജനങ്ങളുടെ പ്രാണരക്ഷയും കരുതി ഭീകരനും കൊലയാളിയുമായ മോഹന്റെ ജാമ്യം ഉടനെ റദ്ദു ചെയ്ത് വീണ്ടും ജയിലിൽ അടപ്പിക്കണം. എന്നിട്ട് ആറി ഊറിപ്പോകാതെ ആ കൊലക്കേസ് അയാളുടെ പേരിൽ തന്നെ ചാർജ് ചെയ്ത് ശിക്ഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രക്ഷോഭണം തുടങ്ങണം. എങ്ങനെ ഇരിക്കും? കലക്കും. എങ്കിൽ മീശ കലക്കാൻ തുടങ്ങിക്കോ, ഞാനുണ്ട് മുന്നിൽ. പണം ഉണ്ടെന്ന് ചെന്താവാന്ന് കരുതിയോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കൊല്ലാൻ? എങ്കിൽ ആദ്യം എന്നെ കൊല്ല്. ചേരുണ്ടെങ്കിൽ കൊല്ല്. എന്റെ ഭർത്താവിനെ മിസ്റ്റർ മോഹൻ കൊല്ലുന്നത് ഞാൻ കണ്ടില്ല. ലീവ് ലെറ്റർ കൊടുക്കണ്ടേ അമ്മേ? വേണ്ട മോനെ, അച്ഛന്റെ ശവദാഹത്തിന് മോന്റെ സാറും വന്നിരുന്നല്ലേ. അവർക്കൊക്കെ വിവരം അറിയാം. സ്കൂൾ വിട്ട് കളിക്കാൻ നിൽക്കാതെ നേരെ ഇനി പോരണം. അമ്മ തനിച്ചല്ലേ ഉള്ളൂ, ഞാൻ ഓടി വരാം അമ്മേ. എന്തു വേണം? ആരമ്മ ഇത്? എന്റെ പേര് മോഹൻ. നമ്മുടെ അച്ഛനെ കൊന്നത് ഇയാളാണോ അമ്മേ? ആണോ അമ്മേ? അല്ല മോനെ. ഞാൻ പറഞ്ഞാ മതിയോ? അങ്കിൾ, മോന്റെ അമ്മയുടെ സഹോദരൻ. മോന്റെ പേരെന്താ? അണ്ണൻ. നല്ല പേര്. ഞാൻ സ്കൂളിൽ പോയിക്കോട്ടെ അമ്മേ? ഇരിക്കൂ. വേണ്ട. കുട്ടിയോട് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു. സംശയം തോന്നാൻ കാര്യം? പോലീസ് സ്റ്റേഷനിൽ വെച്ചും നിങ്ങൾ ഇത് തന്നെ പറഞ്ഞു. ഇപ്പോഴിങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടായതും അതുകൊണ്ട് തന്നെയാണ്. വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല. മിസ്റ്റർ ശ്രീധരന്റെ കൊലപാതകത്തിൽ എല്ലാവരും എന്നെ സംശയിക്കുന്നു. പക്ഷെ നിങ്ങൾ മാത്രം അങ്ങനെയല്ല. എന്താ കാര്യം? എന്റെ അമ്മയും അമ്മാവനും പോലും എന്നെ സംശയിക്കുന്നു. പക്ഷെ നിങ്ങൾ സംശയിക്കുന്നില്ല. അതെന്തുകൊണ്ടെന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. കൊന്നത് നിങ്ങളായിരുന്നെങ്കിൽ ശ്രീയേട്ടന്റെ കയ്യിലുണ്ടായിരുന്ന പണവും അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു.
ഞാൻ പണം എടുക്കില്ലെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? കൊന്നത് നിങ്ങളാണെങ്കിൽ കൊല്ലാനുള്ള പ്രേരണ പണമായിരിക്കോ? ആയിരിക്കില്ലെന്നുള്ള സത്യമല്ലേ? ഇതൊരു തെറ്റായ ധാരണ ആയിക്കൂടുന്നില്ല. ഏതായാലും മറിച്ചെന്ന് തോന്നുന്നില്ല. ധാരണ തെറ്റിയിട്ടില്ല സഹോദരി. കൊന്നത് ഞാനല്ല, ആരാണെന്നൊട്ട് അറിയുകയില്ല. ഏതായാലും എന്നെ മനസ്സിലാക്കിയ ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ ലോകത്ത്.